ഇപ്പം നമ്മൾ കേട്ടിട്ടുള്ളതാണ്, അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുബ്ഹിൻ്റെ ബാങ്ക് കൊടുത്താലും പാത്രത്തിലുള്ളത് തീരുന്നത് വരെ തിന്നാം എന്ന ഒരു മതനിയമം പഠിപ്പിച്ചവരാണ് വഹാബി മൗലവിമാർ. ഇപ്പം ചില ആളുകളൊക്കെ അത് തിരുത്തുന്നുണ്ട്, നല്ലത് തന്നെയാണ്. എന്നാലും ചില മൗലവിമാർ ഇപ്പോഴും പാത്രത്തിലുള്ളത് തീരുന്നത് വരെ തിന്നാമെന്ന് പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇതാ മഗ്രിബിൻ്റെ സമയമാകുന്നതിനു മുമ്പ് മുഅദ്ദിന് സമയം തെറ്റി ബാങ്ക് കൊടുത്തു പോയാൽ, അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ നമ്മൾ അലാറവും മറ്റുമൊക്കെ സെറ്റ് ചെയ്യുമല്ലോ, അതിൽ ബാങ്ക് നേരത്തെ കൊടുത്തു പോയാൽ പ്രശ്നമൊന്നുമില്ല എന്ന ഒരു മതനിയമവുമായി ഒരു മൗലവി രംഗത്ത് വന്നിട്ടുണ്ട്. ബാങ്ക് കൊടുക്കുന്ന ആൾക്ക് ചിലപ്പോൾ തെറ്റിപ്പോകും. അല്ലെങ്കിൽ ചിലപ്പോൾ ഇന്ന് മൊബൈൽ ഫോണുകളൊക്കെ ഉള്ള കാലത്ത് ചിലപ്പോൾ മൊബൈൽ ഫോണിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോൾ ശരിയായ ബാങ്കാണെന്ന് വിചാരിച്ച് പലരും ഈത്തപ്പഴം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്തു പോവാറുണ്ട്. അബദ്ധവശാലാണത് സംഭവിക്കുന്നതെങ്കിൽ അവരുടെ നോമ്പിന് ഒരു കുഴപ്പവുമില്ല. നോമ്പിനൊരു കുഴപ്പമില്ല. എന്നിട്ട് അതിന് തെളിവ് പറയുന്നുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഈ ഉമ്മത്തിന് അറിവില്ലായ്മ കൊണ്ടോ അബദ്ധം പറ്റിയിട്ടോ അല്ലെങ്കിൽ മറന്നുപോയിട്ടോ ഒരു തെറ്റ് സംഭവിച്ചാൽ അതിൻ്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു തആല പിടികൂടുകയില്ല എന്ന് സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട്. ഖുർആനിൽ തന്നെ നമുക്കൊക്കെ സുപരിചിതമായ ഒരു പ്രാർത്ഥനയുണ്ട്, റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ലാ തുആഖിദ്ന ഇൻ നസീന ഔ അഖ്തഅന, ഞങ്ങളോട് മറന്നുപോയതിൻ്റെ പേരിലോ ഞങ്ങൾക്ക് അബദ്ധം പറ്റിയതിൻ്റെ പേരിലോ നീ ഞങ്ങളെ പിടികൂടരുതേ എന്ന പ്രാർത്ഥന ഖുർആനിൽ കാണാം. അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് മറുപടി നൽകിയിട്ടുണ്ട്, ഖദ് ഫഅൽതു, ഞാൻ അപ്രകാരം ചെയ്തിരിക്കുന്നു. അപ്പോൾ ആയത്തുമായി ഹദീസുമായി ഈ പറഞ്ഞ ആയത്തിലും ഞങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോയാൽ, ഞങ്ങൾക്ക് മറവി സംഭവിച്ചു പോയാൽ ഞങ്ങളെ ശിക്ഷിക്കരുത് എന്നു പറഞ്ഞതിൽ നോമ്പിനൊരു തകരാറുമില്ല എന്ന് എവിടെയെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും ഒരു മുഫസ്സിർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ഇമാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇവർ സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുക്കുകയാണ്. അബദ്ധം സംഭവിച്ചാൽ അതിൻ്റെ പേരിൽ അള്ളാഹു പിടികൂടുകയില്ല. അതുകൊണ്ട് തന്നെ മുഅദ്ദിന് തെറ്റുപറ്റുകയോ നോമ്പ് തുറക്കുന്ന ആൾക്ക് അബദ്ധം പറ്റിയിട്ട് നോമ്പ് തുറന്നു പോവുകയോ ചെയ്താൽ എപ്പോഴാണ് ഓർമ്മയാകുന്നത് അതുമുതൽ അവർ പിടിച്ചു വെക്കുക. അവരുടെ നോമ്പ് സഹീഹാണ്, അത് ഖളാ വീട്ടേണ്ടുന്ന ആവശ്യമില്ല എന്നാണ് ഉലമാക്കൾ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. ഏതുലമാ ആണ് മനസ്സിലാക്കി തന്നത്? ഇബ്നു തൈമിയ്യയോ അതോ ഇബ്നു ഉസൈമീനോ? അങ്ങനെയുള്ള ഇവരുടെ ചില വഹാബി മൗലവിമാർ പറഞ്ഞു എന്നതിനപ്പുറം 4 മദ്ഹബിൻ്റെ ഇമാമുമാർ, ആ മദ്ഹബുകളിലുള്ള മറ്റു പല അഇമ്മത്ത്, അവരൊക്കെ ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാടെന്താണ്? ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ നോമ്പിനൊരു തകരാറുമില്ല എന്നാണോ അഇമ്മത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നത്? അതേസമയം അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയാൽ അതിൻ്റെ പേരിൽ ശിക്ഷിക്കൂല എന്നതല്ലാതെ നോമ്പിനൊരു തകരാറുമില്ല എന്ന് പറയുന്നത് ഇവരുടെ സ്വന്തം വകയാണ്. എങ്ങനെയെങ്കിലും ഫുഡടിക്കാനുള്ള ന്യായം ഒപ്പിച്ചെടുക്കുകയാണ്. മഹാനായ ഇമാം നവവി റഹിമഹുല്ല, മഹാനവറുകൾ അവിടുത്തെ ശറഹുൽ മുഹദ്ദബിൽ ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. വലൗ അക്കല ലാന്നൻ ഉറൂബ ശംസി, അസ്തമിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് ഒരാൾ ഭക്ഷണം കഴിച്ചു, ഫബാനത്ത് ത്വാലിഅത്തൻ, അപ്പോഴാണ് മനസ്സിലായത് സൂര്യൻ അസ്തമിച്ചിട്ടില്ല, മഗ്രിബിൻ്റെ സമയമായിട്ടില്ല. ഔ വാന്നൻ അന്നൽ ഫജ്റ ലം യതുലു ഫബാന ത്വാലിഅൻ, അല്ലെങ്കിൽ അവൻ വിചാരിച്ചു ഫജ്ർ ആയിട്ടില്ല, അങ്ങനെ ഭക്ഷണം കഴിച്ചു, അപ്പോഴാണ് മനസ്സിലായത് ഫജ്ർ ആയി. സ്വാറ മുഫ്തിറൻ, അവൻ ആരാണ്? നോമ്പ് മുറിഞ്ഞു പോയവനാണ്, അബദ്ധമാണ്. മഗ്രിബായി എന്ന് അബദ്ധത്തിൽ വിചാരിച്ചുകൊണ്ട് അവൻ ഭക്ഷണം കഴിച്ചതാണ്. എന്നാലും അവൻ ആരാണ്? നോമ്പ് മുറിഞ്ഞു പോയവനാണ്. ഹാദാ ഹുവ സ്വഹീഹുല്ലദീ നസ്സ അലൈഹി ശാഫിഇയ്യു, ഇത് ഇമാം ശാഫിഇ നസ്സായി പഠിപ്പിച്ച സ്വഹീഹായ അഭിപ്രായമാണ്. വഖതഅ ബിഹിൽ മുസന്നിഫു വൽ ജുംഹൂറു, അതുപോലെ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും ഖണ്ഡിതമായി പറഞ്ഞ കാര്യമാണ്. എന്ത്?
ഒരാൾ അബദ്ധത്തിൽ ഭക്ഷണം കഴിച്ചു പോയാൽ അയാളുടെ നോമ്പ് മുറിയും. പക്ഷെ അയാൾ കുറ്റക്കാരനല്ല, കാരണം അബദ്ധം പറ്റിയതാണ്. എന്നാലോ അയാൾ നോമ്പ് ഖളാ വീട്ടണം എന്ന് തന്നെയാണ് എല്ലാ അഇമ്മത്തും പഠിപ്പിച്ചത്. എന്നിട്ട് ഇമാം നവവി റഹിമഹുല്ല പറയുന്നു, വഫീഹി വജുഹുൻ ശാദ്ദുൻ അന്നഹു ലാ യുഫ്തിറു ഫീഹിമ. ഇതിലൊരു ഒറ്റപ്പെട്ട അഭിപ്രായമുണ്ട്, അങ്ങനെയുള്ള സന്ദർഭത്തിൽ നോമ്പ് മുറിയുകയില്ല എന്നത്. ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും ഇമാം ഷാഫിഈയെ പോലെയുള്ള ആ പണ്ഡിതന്മാരുടെ നസ്സു തന്നെ അവൻ്റെ നോമ്പ് മുറിയും, അവൻ ഖളാ വീട്ടണം എന്നാണ്. എന്നിട്ട് ഈ മൗലവിമാർ സ്വന്തം ഗവേഷണം നടത്തിയിട്ട് നോമ്പ് മുറിയുകയില്ല എന്ന് കുഞ്ഞാടുകളെ പഠിപ്പിക്കുകയാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ അസ്മാ ബീവി റളിയല്ലാഹു അൻഹ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകളാണ്, മഹദിയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, അഫ്തർന അലാ അഹ്ദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ ഗൈമിൻ. മേഘാവൃതമായ ഒരു ദിവസം ഞങ്ങൾ നോമ്പ് തുറന്നു. സുമ്മ ത്വലഅത്തി ശംസു, പിന്നെ സൂര്യൻ വെളിവായി എന്ന് പറയുന്ന ഒരു ഹദീസുണ്ട്. ഈ ഹദീസിൻ്റെ റാവിമാരിൽ ഒരാളായ ഹിശാം ബിൻ ഉർവയോട് ചോദിക്കപ്പെട്ടു, ഖീല ലി ഹിശാമിൻ ഫഉമിറു ബിൽ ഖളാഇ. അപ്പോൾ അവരോട് ഖളാ വീട്ടാൻ കൽപ്പിക്കപ്പെട്ടോ എന്ന് ചോദിച്ചപ്പോൾ ഹിശാം ബിൻ ഉർവ കൊടുത്ത മറുപടി ലാ ബുദ്ദ മിൻ ഖളാഇൻ, എങ്ങനെ ഖളാ വീട്ടാതിരിക്കും എന്നതാണ്. സ്വഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസാണ്. ഇനി നോക്കൂ, അബൂദാവൂദിൽ നമുക്ക് കാണാൻ കഴിയും, അഫ്തർന യൗമൻ ഫി റമളാന ഫി ഗൈമിൻ ഫി അഹ്ദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ മേഘാവൃതമായ ഒരു ദിവസത്തിൽ റമളാനിൽ ഞങ്ങൾ നോമ്പ് തുറന്നു. അസ്മാ ബീവി തന്നെ പറയുന്ന ഹദീസാണ്. സുമ്മ ത്വലഅത്തി ശംസു, പിന്നെ സൂര്യൻ വെളിവായി. ഖാല അബൂ ഉസാമ, അബൂ ഉസാമ എന്നവർ പറയുകയാണ്, ഖുൽതു ലി ഹിശാമിൻ, ഹിശാം ബിൻ ഉർവയോട് ഞാൻ ചോദിച്ചു, ഉമിറു ബിൽ ഖളാഇ, അവരോട് ഖളാ വീട്ടാൻ കൽപ്പിക്കപ്പെട്ടോ? ഖാല, ഹിശാം ബിൻ ഉർവ പറഞ്ഞത്, വബുദ്ദും മിൻ ദാലിക്, എങ്ങനെ ഖളാ വീട്ടാതിരിക്കും എന്നാണ്. ഇങ്ങനെ ഹദീസുകളുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലെ ഒരു സംഭവവും ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ പല ഹദീസുകൾ ഉണ്ടാകുമ്പോൾ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും ഖളാ വീട്ടണം എന്ന് അഭിപ്രായപ്പെടുമ്പോൾ ഈ മൗലവിമാർ കുഞ്ഞാടുകളെ പഠിപ്പിക്കുന്നത് മഗ്രിബാകുന്നതിന് മുമ്പ് അബദ്ധത്തിൽ മൊല്ലാക്ക വാങ്ങുകൊടുത്തു പോയാൽ നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ നോമ്പിന് തകരാറൊന്നുമില്ല എന്നാണ്. ഈ മൗലവിമാർ കുഞ്ഞാടുകളെ പറഞ്ഞു പറ്റിക്കുകയാണ്. ഇവരായത്താണല്ലോ ഹദീസാണല്ലോ പറയുന്നത് എന്നോർത്തിട്ട് വലിയ വലിയ അഇമ്മത്ത് പറഞ്ഞ വാക്കുകളെയൊക്കെ തിരസ്കരിച്ച് ഈ മൗലവിമാർ പറയുന്നത് വിശ്വസിച്ച് അവരുടെ പിന്നാലെ കൂടുകയാണ്. പെട്ടുപോയ സാധുക്കളെ, നിങ്ങളുടെ പരലോകമാണ് ആ മൗലവിമാർ നശിപ്പിക്കുന്നത് എന്നെങ്കിലും നിങ്ങൾ തിരിച്ചറിയണം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.